ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മുണ്ടൂരിലാണ് കേട്ടോ. ഹൈവേയിൽ നിന്ന് നമുക്ക് വെറും ഒരു 600 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 13 സെൻറ്റ് സ്ഥലവും അതിൽ മനോഹരമായിട്ടുള്ള 1150 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാലാടാനുള്ള സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പൂമുഖം കൊടുത്തിട്ടുണ്ട്. ഒരു 8 ടൈപ്പ് മാവുകളുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലുള്ള 13 സെൻറ്റിലും അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുള്ള ഒരു ഓപ്പൺ വെല്ലുണ്ട്. അത്യാവശ്യം ആഴത്തിലാണുള്ളത്, പക്ഷെ വെള്ളം എപ്പോഴും വറ്റാറില്ല. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ അടുത്തൊരു വീട്ടിൽ കിണർ കുഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമാണ്. മാവൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 8 ടൈപ്പ് മാവുണ്ട്. അതുപോലെ തന്നെ 2 പ്ലാവ്, ഒരു 3 തെങ്ങ്, ചാമ്പക്ക, പപ്പായ, നാവല്, അങ്ങനെ എല്ലാം ഉള്ള ഒരു നല്ലൊരു കോമൺ പീസായിട്ടുള്ള ഒരു ഏരിയ. എന്നാൽ ഹൈവേ നോക്കുമ്പോൾ ഒരു 500-600 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ആകെയുള്ള ഒരു 50 മീറ്ററോ മറ്റായിട്ട് കുറച്ച് മൺ റോഡാണ്, ബാക്കിയൊക്കെ ടാർ റോഡാണ് കേട്ടോ. ഇവിടെ അലക്കുകല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിയിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അതിൻ്റെ ചാവി ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ബാക്കി നമുക്ക് ചുറ്റും നോക്കാം. ഇപ്പോൾ കണ്ടത് ഈ ഇതിൻ്റെ തൊട്ടടുത്ത് വീട് വരാൻ പോകുന്നത് അവിടെ കിണർ വഴി നടന്നുകൊണ്ടിരിക്കുകയാണുള്ളത്. അത് നമുക്ക് ഒലോക്കോട് ജംഗ്ഷൻ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ KSRTC പാലക്കാട് നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഒരു 16 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹൈവേൻ്റെ അവിടെ നിന്ന് വെറും 600 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, കാറ് നിർത്താനൊക്കെ ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേലേക്ക് പോകാനുള്ള സ്റ്റെയറും ഇവിടെ വെളിയിലൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട്. ഇതിന് മേലെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മേലെ നമുക്ക് ടോപ്പിലൊരു ഫംഗ്ഷൻ നടത്താനുള്ള അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മാവുകളാണ് കണ്ടല്ലേ. ഈ സ്ഥലത്തിനകത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ ഈ മാവുകളൊക്കെ. എല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. എന്നാൽ കോമൺ പീസായിട്ടുള്ള പ്ലേസും ആണ്. റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രം മൺ റോഡാണ്. ഇവിടെ തൊട്ടൊരു വീട് വരുന്നു പറഞ്ഞു. അതുപോലെ ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. എല്ലാം ഇഷ്ടംപോലെ മരങ്ങളും തൊടികളും ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നുള്ള ഫുള്ളായിട്ടുള്ള ഏരിയ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിൽ കാണാൻ കണ്ടല്ലേ, കിണർ കാര്യങ്ങൾ, നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഹൈവേ എന്നാണ് നമുക്ക് ഒരു 500 മീറ്റർ 600 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇപ്പോൾ കയറുന്ന സ്റ്റെയർ കയറുന്നവിടെയൊക്കെ വെള്ളം വീഴാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു തട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ. ഇപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 4-5 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് 2 പ്ലാവും അതുപോലെ മാവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുവരെ നമുക്ക് കോമ്പൗണ്ട് വരും. ആ ഒരു മതിൽ കാണുന്നവർക്ക് നമുക്ക് കോമ്പൗണ്ട് വരും, അങ്ങ് ലാസ്റ്റ് വരയ്ക്കും. ഇതൊരു സ്റ്റെപ്പ് മേലേക്കായിട്ടാണ് ഈ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല നട്ട വെയിലത്ത് വന്നാലും ഇവിടെ വെയിൽ അറിയുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഉച്ചയ്ക്ക് നല്ല വെയിലത്താണ് ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് അങ്ങനെ വെയിൽ അറിയുന്നില്ല അല്ലേ. 2 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇരുന്ന് ആടാനുള്ള ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ കണ്ടല്ലേ, നല്ല വീതിയുള്ള ഗേറ്റാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് നമുക്ക് ചെറിയൊരു ഗേറ്റ് വേറെയും കൊടുത്തിട്ടുണ്ടല്ലേ. ഈ വഴിക്ക് നമുക്ക് സുഖമായിട്ട് 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഭാഗത്തുണ്ട്. കാർ ഷെഡിനകത്ത് തന്നെ 2 കാറ് പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു പൂമുഖമാണ് ഇവിടെ കിട്ടുന്നത്. പണ്ട് നമ്മളെ തറവാട് വീടുകളിലൊക്കെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന രീതിയിൽ ആ ഓടിൻ്റെ സ്റ്റൈലും ആ ഒരു കേരളീയ തനിമ കൊടുത്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡബിൾ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കയറുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കണ്ടല്ലേ, നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് പൂജാ റൂമാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് കാണുന്നത് നമുക്ക് പൂജാ റൂമാണ് ഇവിടെ കാണുന്നത്. വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. വീട് നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമും ഈ ഒരു പോർഷനിലായിട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ചെറിയൊരു വരാന്ത പോലെയുണ്ട്. ഇതൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് 2ഉം കൊടുത്തിരിക്കുന്നത്. 2ഉം അറ്റാച്ച്ഡുമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റിലെ ക്ലോസറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ ആണ് കേട്ടോ. ഇത് കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ ആണ്. വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് പാരിവെയറിൻ്റെ ആണ്.
ഇത് രണ്ടാമത് ബെഡ്റൂം. ഇതും അതേ സ്പേസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റൊക്കെ ആ ഒരു സ്പേസ് തന്നെയാണുള്ളത് കേട്ടോ, അത്ര വലിയ സ്പേസ് എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം സ്പേസ് ഉള്ള ടോയ്ലറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ജാഗോറിൻ്റെയാണ് ഈ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് 2 ബെഡ്റൂം ഉള്ളത്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഹാള് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ഇതിനോട് ചേർന്ന്, നമ്മുടെ പൂജാ റൂമിന് ചേർന്ന് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസ്. നമുക്ക് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. പൂജാ റൂമുണ്ട്, ഹാളുണ്ട്, ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. സോ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് അല്ലേ. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വിൻഡോ പോർഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ ആയിട്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, സ്റ്റോർ ഏരിയ. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ആണ്. ഇതിനകത്ത് നമുക്ക് ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ വാഷ് ബേസിന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ആലുവ അടുപ്പാണ്, കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ. അതുപോലെ ഒരു ടേബിൾ ടോപ്പൊക്കെ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസും ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഔട്ട് സൈഡിൽ നിന്നുള്ളൊരു വാഷ്റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ നമുക്ക് കിണറും വരുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 13 സെൻറ്റ് സ്ഥലം, 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ്, 1150 സ്ക്വയർ ഫീറ്റ്, 5 വർഷം പഴക്കമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 57 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള പരസ്യം ചെയ്ത് നമ്മളത് വിറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.